ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ല മനോഹരമല്ല ഏരിയ. കണ്ടങ്ങൾ കല്ലുകളൊക്കെ കാണുന്ന അത്രയും ക്ലിയറിൽ മലനിര, അതുപോലെ തന്നെ കല്ലുകൾ കിടക്കുന്നുണ്ടല്ലോ. ചാഴിട്ടാടാ വിഷ്ണു ചാഴിട്ട്. ഈ പച്ചപ്പുള്ളതൊക്കെ ഇന്ത്യയാണ്. ആ, ബംഗ്ലാദേശാണ്. മരങ്ങൾ ഗൈസ്, ഞങ്ങളങ്ങനെ എല്ലാവരും കൂടി എന്താ പറയുക ദൗക്കി റിവറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. എന്നാന്ന് വെച്ചാൽ പ്രാതല്ലെങ്കിൽ കാതില്ല. ഞങ്ങൾക്ക് കാതിൽ കുറച്ച് ദിവസമായിട്ട് ഇല്ല. ഇപ്പോൾ യാത്രയിലല്ലേ. ഇപ്പോൾ ഇവിടെ മാർക്കറ്റും ഉണ്ട്, ദൗക്കിയുടെ മാർക്കറ്റ് ഉണ്ട്. മാർക്കറ്റ് പോകുന്നതിൻ്റെ മുന്നേ ഹോട്ടലിൽ കിട്ടുവാണെങ്കിൽ വളരെ ഉപകാരമായില്ലേ. എന്നാൽ പിന്നെ നമ്മൾക്ക് എന്താ വെച്ചാൽ വിശപ്പില്ലാതെ മാർക്കറ്റിനുള്ളിൽ കൂടെ നടക്കാൻ വേണ്ടി പറ്റും. ഓ ഗായ്സ്, ദൗക്കിയിൽ എന്തോ അനാവശ്യ തിരക്ക്. ഇവിടെ വണ്ടി, ഇവിടെ തക്കാളി കൊണ്ട് ചെറിയ കളി അവിടെ. ഇവിടെ വണ്ടികൾ പാർക്ക് ചെയ്ത് ഇങ്ങനെ പാർക്ക് ചെയ്ത് പോകുവര്. എന്നിട്ട് എന്താ വെച്ചാൽ ഇവിടെ അങ്ങനെ ബ്ലോക്ക് ആവും അല്ലേ. അല്ലാതെ ഈ ഒമ്മിനെ കറച്ച് തക്കാളിയാ, ഫുള്ള് തക്കാളി. ഇവിടെ മാർക്കറ്റ് കയറല്ലേ? കയറല്ലേ മാർക്കറ്റ്? കയറേ അതിനെ തിന്നല്ലേ. ഞങ്ങൾ ആദ്യം മാർക്കറ്റിൻ്റെ മുന്നേ എന്തേ തിന്നട്ടെ. ദാ ഹോട്ടലല്ലേ, കയറണോ? അപ്പോൾ നമ്മളുടെ ഹോട്ടൽ, ഇവിടുത്തെ ഹോട്ടലുകളിലും അതുപോലെ തന്നെ പച്ചക്കറി കടയിലൊക്കെ ഈ ഒരു രേഖയുണ്ടാവും കേട്ടോ. ഫുള്ളായിട്ട് എന്താ പറയുക 100 ചുണ്ണാമ്പ്. ചെറിയൊരു ഹോട്ടൽ. ദുസറ വേറെന്താ? ചോറോ? ഓ അനെ ഇവിടെ ചോറാണ് പോലെ ഗൈസ്. അത് വേണ്ടല്ലോ, ചോറ് വേണ്ട. ഞങ്ങൾ കുറച്ചും കൂടി മുന്നിലേക്ക് പോകട്ടെ. അവിടെ എവിടെ കാണിക്കണ്ടല്ലോ അവർ. ആ, കൂട്ടാനോ? ചാറ്? ഓ, അതിൻ്റെ ഇപ്പം ചോറാണ് ഇപ്പം. അതെ, നമ്മൾ വണ്ടി എടുത്ത് ഇവിടെ തന്നെ ഉണ്ട്. നമ്മളിപ്പോൾ എപ്പോഴും ചോറാണ്. നമ്മൾ 3 നേരം ചോറിന് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുള്ളത് ഗൈസ്. ദോശയും തപ്പി ഞങ്ങൾ നടത്തം തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് നേരമായി. ദോശ മാത്രം കിട്ടിയില്ല. ദോശയല്ല, ഞങ്ങൾ ഭൂരിയോ അല്ലെങ്കിൽ ദോശ എന്തിനൊക്കെ, പക്ഷെ ഒന്നും കിട്ടുന്നില്ല. മാർക്കറ്റ് ഇവിടെ അല്ല, മാർക്കറ്റിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഞങ്ങൾ പോകുന്നു. പക്ഷേങ്കിൽ ഇവിടെ ഈ 2 സൈഡും മാർക്കറ്റ് പോലെയൊക്കെ തന്നെയാണ്. ഫുള്ള് കച്ചവടങ്ങളൊക്കെ ആയിട്ട് ദൗക്കി ടൗൺ ഈസ് ഓണാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ഷോപ്പുണ്ട്. ഇവിടെ കണ്ടിട്ട് ഒന്നുമില്ലേ, ചോറ് വരെ ഇല്ലാത്ത ലക്ഷണമാണ്. ഓ മൈ ഗോഡ്, ഇവിടുത്തെ ഉച്ചയാണ്, നട്ടുച്ചയാണ്. പക്ഷേ ഞങ്ങളപ്പോൾ തരം നമുക്ക് ചപ്പാത്തി കിട്ടിയുണ്ടോ? ചപ്പാത്തി എന്ന് പറഞ്ഞാൽ വേണ്ട മക്കളെ. അല്ല, കറിയും കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ ഉപ്പിട്ട് മുക്കി അങ്ങനെ ഉണ്ടാവും. കറി അങ്ങനെയാണ്. നോക്കട്ടെ. അച്ചാറുണ്ട്. അച്ചാർ വലിയ കാശ് ഉണ്ടല്ലേ? ഓക്കെ. അപ്പോൾ ഗൈസ് അങ്ങനെയൊക്കെയാണ്. കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട കറിയാണ് പോലെ. ഏതായാലും ആ കൂട്ടി കഴിക്കട്ടെ, നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ കൂടെ ഞങ്ങൾ മാർക്കറ്റിനകത്തേക്ക് പോവാണ്. ചെറിയൊരു വഴിയാണല്ലോ. ഇതിലല്ല, ശരിക്കുള്ള വഴി അതിലും ഉണ്ട്. പക്ഷേ നമ്മൾ ഇതിലൊന്ന് കയറിയിട്ട് പോവാണ്. കാണല്ലോ ഗൈസ്, മാർക്കറ്റ് ഫുള്ള് തിരക്കാണ്. മോനെ പച്ചക്കറി നമുക്കൊന്നും വേണ്ട. ഇവിടെ കുറേ ഗ്ലൗസ് അത് ഇതൊക്കെ റബ്ബർ ഐറ്റംസ്. ഓ, മാർക്കറ്റ് ചെറിയൊരു മാർക്കറ്റ് അല്ല അല്ലേ, ഇത് ദൗക്കി മാർക്കറ്റാണ്. ദൗക്കി മാർക്കറ്റ്, അതിനകത്തു കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം അല്ലേ. ദൗക്കി മാർക്കറ്റ് അല്ലേ മോനെ? കത്തികൾ കൊണ്ടൊരു ജേഗപോക. ഈ കത്തി ഉണ്ട് ജി? മോനെ ഇതൊക്കെ കൊണ്ട് അജ്ജകൊള്ളി കിട്ടും. ദിലീപ് എല്ലാരും മാർക്ക് ചെയ്ത് വിടുന്ന സാധനം അല്ലേ, തമിഴ്നാട്. ഓ, എന്നാ പിന്നെ അങ്ങോട്ട് ഇത് നിങ്ങൾ വണ്ടിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അമനിയിൽ ഇതൊന്ന് വെക്കണം. അഥവാ ആരും ഗ്ലാസിന് കുക്കിന്റെ അടുത്ത് കുക്കൊക്കെ കൗത്തിലിട്ട് വലിച്ചു തരാം. അതിട്ടിട്ടുണ്ടോ? ഓ വലിച്ചും ചെയ്യും. ഞങ്ങൾ ഇതിനോട് പോരൂല. ഓ എന്തെങ്കിലും പറയട്ടെ അനുസരിച്ച് നമുക്കാണ് ജുന നായി മുന്നിൽ കയറിട്ട് കൊടുക്കാൻ. പോലെ ഐറ്റംസ്, വെറും കത്തി. ഇതൊക്കെ കത്തിന്റെ ഏരിയ. ഓ, സദ്യ കിട്ടണേ. അതിന് വില ഉണ്ടോ? 1100. 1100 എങ്ങനെ കിട്ടണേ? 700 രൂപ.
ഫുഡ് എടുക്കാൻ ഓ ഗൈസ് കത്തി കത്തി പിന്നെ ഇതെന്ത് കത്തിയാ ഇതെന്ത് കത്തി വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം എനിക്ക് ഇവിടെ വാ വിട്ടാണ്ട് പോകാന്നറിയാം. അല്ല എടാ ഇതെന്ത് സംഭവം അറിയോ? ഇത് അവരിങ്ങനെ പുല്ല് വലിച്ചാനും ഇങ്ങനെ മരങ്ങൾ വെട്ടാനും ഉപയോഗിക്കുന്ന കത്തിയാണിത്. അതായത് അരിവാളായിട്ട് വലിച്ചാനും നമ്മളെ കണ്ടത് അവള് ഞാൻ വില്ലേജ് പോയപ്പോൾ കണ്ടില്ല ഇയാൾ കാട്ടുന്നത്. ആളിത് ഇങ്ങനെ വെട്ടാനും ഇങ്ങനെ വലിക്കാനും ഉപയോഗിക്കുന്ന കത്തിയാണിത്. മേഘാലയ ദൗക്കി മാർക്കറ്റാണ്. ദൗക്കി മാർക്കറ്റ് കത്തി കൊണ്ട് ചെറിയ കളി കത്തി മാർക്കറ്റ്. ആ മോനെ ഈ സൈഡ് കത്തി 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 കവണയുണ്ടോ? കവണൊക്കെ വേണം അവർക്ക്, കാരണം അവരുടെ അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഉള്ളത്. ഓ മാർക്കറ്റിൻ്റെ ഒരു സൈഡ് കൂടെയാണ് ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കാപ്പിക്കുരു ഉണ്ട്. ഇതൊക്കെ എന്താ സംഭവം? അതല്ലല്ലോ അതത് ഓ മുന്തിരിൻ്റെ കൂറ് പോലെ. ഇപ്പം ഫസ്റ്റ് ക്വാളിറ്റിയാ നോക്കുക. വിദേശികൾ വന്ന സാധനമാണ്. ഞാൻ ഇവിടെ മാർക്കറ്റ് കിടക്കുന്നുണ്ട്, ആണ് എടുത്ത് തന്നെ. ഓ പാവ് കിലോ കിട്ടണേ എക്സോ 100 റുപ്യ പാവ് കിലോ. 250 100 റുപ്യ എങ്ങായി. അപ്പോൾ 1 കിലോ 400. ഇത് എന്ത് മാർക്കറ്റ് അത്? ഇവിടെ എല്ലാത്തിനും വില എല്ലാം ഉണ്ടല്ലേ. ഒന്നായിട്ട് കടിച്ചിരുന്നല്ലേ എന്താ കരിമ്പ് ഇത് കൂവയാണ്. കൂവ ഞാൻ തന്നിട്ടില്ല, ഞാൻ തൊള്ളിലിട്ടാ ഫസ്റ്റ് അടിമ തന്നെ. കൂവല്ലത് കൂവന്റെ എന്തോ വേറെ സാധനമാണ്. കൂവന്റെ വേറെ ഐറ്റം അല്ലേ? കൂവന്റെ അതേ ഒരു ടേസ്റ്റ് ഇല്ലേ നിങ്ങൾക്ക്? ഇത് ഞാനിത് വായിലിട്ട് ഞാൻ എന്റെ ടേസ്റ്റ് കടിച്ചനായി കാട്ടി. ഞാൻ കഴിച്ചിട്ടില്ല, എന്റെ ഇതാ ഞാൻ കടിച്ചു കാണിച്ച് എന്നല്ലോ. അത് പോരാ, കരിമ്പ് തന്നെ കടിച്ചിരിക്കണ കരിമ്പിന്റെ അണ്ടി. കരിമ്പിന്റെ ഓ ഗൈസ്, ഇനി മാർക്കറ്റ് ആ സൈഡ് കൂടെ ഒക്കെ പോകുന്നുണ്ട്. ഞങ്ങൾ ആദ്യം ഇത് പോയി ഇതിൽ വീണ്ടും കത്തി ആരംഭിക്കാനുള്ള ഇത്ര. അമ്മേ ഇതൊരു ലോകണ്ടെങ്ങായി ഈ മാർക്കറ്റ്. ഈ കാണുന്ന ബിൽഡിങ് ഫുള്ള് മാർക്കറ്റാന്ന് തോന്നുന്നു അല്ലേ? ബാക്കിലെല്ലാവരും ഇല്ലേ? അവൻ്റെ മക്കളെ മാർക്കറ്റ് എന്ന് പറഞ്ഞത് ദൗക്കി മാർക്കറ്റ് നിസ്സാരമല്ല. ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുള്ളിൽ കൂടെ ഒക്കെ ഉണ്ട് നാടൻ ചീര, നാടൻ കോഴി, അതിനെല്ലാം സംഭവം ഉണ്ട്. ഇവിടെയൊക്കെ പിന്നെ ഡ്രസ്സാണ്, ഇതിലധികം കാണുന്ന ഡ്രസ്സാണ്, ഡ്രസ്സിൻ്റെ ഏരിയ. ഇനി അങ്ങോട്ട് ഫിഷ് സംഭവങ്ങളൊക്കെ ഉണ്ടോയെന്ന് ഡൗട്ടുണ്ട്. അമ്മേ ഇതിൻ്റെ ഉള്ളിലൊക്കെ പോകുകയാണെങ്കിലേ നിസ്സാരാവില്ല. നാടൻ കോഴി മുതൽ തോട്ടിലെ കോട്ടി വരെ ഉണ്ട് ഇവിടെ. അത്ര എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് ചേരാനല്ല എന്താണ് പറയാ, കരുതര. ആ കല്ലുടുമ്പിലെ കരുതര. ഇത് കല്ലുടുമ്പിലെ കരുതര. ഇത് കോട്ടി, ഇത് കടു, ഇത് വാള, ഇത് കോട്ടി. നമ്മുടെ നാട്ടില് ഒട്ടുമിക്ക മീനുകളാണ് ഇവിടെ ഉള്ളത്. ഈ അമ്മമാർ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? പക്ഷെ ഈ സാധനം കോട്ടിയൊന്നും ഇപ്പൊ നമ്മുടെ നാട്ടിൽ തോട്ടിലില്ല. ഞങ്ങൾ തോട്ടിലുണ്ട്. കാണാനില്ല. പാവ് കിലോ കിട്ടണേ? അതൊന്നും കഴിക്കാൻ നമുക്ക് മുള്ളുത്തിരി പറ്റൂല. പാവ് കിലോ ഞങ്ങൾക്ക് ഭയങ്കര വിലയാണ് കഴിച്ചത്. അതാണ് പറയുന്നത്. പരല് കൊണ്ട് പൊരിച്ചാണ്ടല്ലോ, അടിപൊളിയാ. രഘുവേട്ടന് ഓർമ്മ നായിക്ക്. ഓ ഗായ്സ്, വേറൊരു മീൻ മാർക്കറ്റാണിത്. മീൻ മാർക്കറ്റ്. ചറ പറ. ഇത് ഇവിടുത്തെ ഒരു വില്ലേജും കൂടിയാണോ? ഇതൊരു വില്ലേജിക്കാണ് നമ്മളെത്തി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല പോർക്കിറച്ചി ഇട്ടു കേട്ടോ. നല്ല പന്നിയിറച്ചി ഉണ്ട് ഇവിടെ. അറിയാം കാണാലോ, വാ. നമ്മൾ വാങ്ങി കഴിച്ചിട്ടും കുഴപ്പമില്ല. അവിടെ ഇറച്ചിതാ നല്ല പന്നിയിറച്ചി. പിന്നെ അതിൽ ഒരുപാട് ഇറച്ചികളുടെ ഒരു ഏരിയ ആണിത്, മനസ്സിലായോ? പന്നി പോത്തൊക്കെ ഉണ്ടാവുമോ അല്ലേ? കണ്ടങ്ങള് എൻ്റെ മക്കളെ. ബൈ 1 കിലോ കിട്ടണേ 480. 650. മഞ്ഞിലോ? ഇതാവാ മഞ്ഞില്. ഓ കാശ് മഞ്ഞിലുണ്ട് പോലെ. മഞ്ഞില്
വേറൊരു മീൻ ഈ മാർക്കറ്റ് ഞാൻ ഇവിടെ നടുക്ക നിൽക്കണേ ചുറ്റും നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കാണാൻ വേണ്ടി പറ്റുന്നതൊക്കെ മീനാണ് ഫുള്ള് മീൻ നമ്മളെ സാധാ ബ്രാല് വരെ കിടക്കണാക്കണം അവിടെ എല്ലാ ഒരു സാധനമുണ്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കടൽ മീൻ ഉണ്ടല്ലോ ബ്രാല് ആ അതാക്കണം മഞ്ഞയിൽ നമ്മൾ തിന്നതാണ് ഈ സാധനം ഇത് രസാട്ടോ സാധനം അടിപൊളിയാ പക്ഷെ ഇവിടെ മീനൊക്കെ ഭയങ്കര കത്തിയാണ് 500 എല്ലാം പറഞ്ഞത് എല്ലാത്തിനും കത്തിയാണ് ഇവിടെ ഏതെടുത്താലും 500 മീൻ ഇവിടേക്ക് എന്ത് വരണം ശിലോങ്ങുന്ന അല്ലെങ്കിൽ ഗുവാഹട്ടിയിൽ നിന്ന് വരണം ഗുവാഹട്ടിയിൽ നിന്ന് വരണം ഇത് ഒരു ചായക്കടയാണ് അതായത് ഈ മാർക്കറ്റിലുള്ള ഒരു ചായക്കടയാണ് നല്ല രസകരമായുള്ള ചായക്കട ഇവിടെ വലിയൊരു ആല് പോലത്തെ ഒരു മരം ആ മരത്തിന് ഒരു ഷീറ്റൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് അല്ലേ പിന്നെ ഇങ്ങോട്ടൊക്കെ പോകുന്നതിന് ഇതൊക്കെ എന്താ പറയുക ചായക്കടയാണ് ചായ അതുപോലെ തന്നെ ലഘുഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലെ ആളുകൾ പർച്ചേസ് ചെയ്ത് കുഴങ്ങിക്കണമെങ്കിൽ ഇവിടെ വരിക ഭക്ഷണം കഴിക്കുക ഇല്ലടാ ഇവിടേക്ക് ഒന്നെന്താ വെച്ചാൽ ഇവിടേക്ക് ഷിലോങ് എന്ന ഗുവാഹട്ടിയിൽ നിന്ന് സാധനം വരണം ഇവിടേക്ക് വരിക എന്നുള്ളത് കുറച്ച് പണിയാണ് അപ്പോൾ അതുകൊണ്ട് അത്ര റേറ്റ് ഇവിടെ പിന്നെ ജാക്കറ്റുകളുടെ ഒരു ഏരിയ ജാക്കറ്റ് അതുപോലെ തന്നെ ടീഷർട്ട് അത്ര സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിനൊക്കെ വില എങ്ങനെ അറിയില്ല വേണമെന്ന് ചോദിച്ചു നോക്കാം ഓ ഗായ്സ് ഇനി അടുത്തതായിട്ട് നമ്മൾ എവിടേക്ക് എത്തിക്കണേ ഇത് ലേഡീസ് ഐറ്റംസ് ഉള്ള ഒരു ഏരിയ ലേഡീസ് ഐറ്റംസ് പറയാം ലേഡീസ് ऑरेंज कितने है ऑरेंज कितना पैसा आधा किलो किलो नहीं किलो हाँ वो कितना है 50 50 रुपये പൈനാപ്പിൾ ചോദിച്ചോക്കണേ ഇത് 50 റുപ്യൊക്കെ ആണെങ്കിൽ 50 റുപ്യ വാങ്ങി നമുക്ക് ഓറഞ്ച് തിന്നാലോ അത് നോക്കിയിട്ട് കാര്യമില്ല ഇപ്പോൾ ഇതിലുള്ള നാട്ടിൽ ഇത്ര വില എങ്കിൽ പൈനാപ്പിൾ വേണ്ട നമ്മുടെ വണ്ടി അതിൻ്റെ മക്കൾ ഇതാണ് പ്രധാന വഴി മാർക്കറ്റിലേക്കുള്ള പ്രധാന വഴി സ്റ്റാർട്ടാവുന്നത് നമ്മുടെ ആ ഭാഗത്തു നിന്നാണ് നമ്മൾ കയറിയത് ഷോർട്ട് കട്ട് നിന്നാണ് വെൽക്കം താങ്ക് യു Welcome to Dauki, bro. ഡൗക്കി You are from? കേരള Yeah. Nice to meet you. ഓ എത്ര പൊളിയാ എന്താ പറയുക എല്ലാം ഉണ്ട് വീടും കുഴപ്പമില്ലല്ലോ കായ് പോയില്ലല്ലോ എന്നാ കഴിച്ചാൽ ഞങ്ങളിനി പുറത്തേക്ക് ഇറങ്ങട്ടെ ദൗക്കി റിവറിൻ്റെ സൈഡിലേക്ക് പോകണം അല്ലേ അറിഞ്ഞാ അവിടെ അല്ലേ നീരാടുക ഓ ഗായ്സ് ഇതാണ് നിങ്ങൾ ഈ മാർക്കറ്റിലുള്ള വലിയൊരു ആലാണിത് ഈ ഒരു ആലിൻ്റെ ഒരു ശാഖകൾ പോയതാണ് നിങ്ങൾ എത്രങ്ങാനും വലിയ മരമാണ് ഒരുപാട് ഇലയുണ്ട് ഇവിടെ ഈ കാണുന്ന ഈ പ്രദേശം ഫുള്ളായിട്ട് തണൽ നൽകുന്നത് ഈ ഒരു വൻ വൃക്ഷമാണ് അല്ലേ നല്ലൊരു തണൽ മരമാണത് ഓൻ്റെ മക്കളെ ഇവിടുത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഇത് പോയി കഴിഞ്ഞ് ഇവിടുത്തെ കഥ ഇത് പോയ ഇവിടെ വെയിലായി ഇത് എവിടെ ഇപ്പോൾ കേരളത്തിലോ കഴുകുന്നോടത്ത് കറങ്ങിയ മാതിരി അത് ഉണ്ടോ ആടി പറിച്ചാലേ അടക്കാ ഇഷ്ടം പോലെ അടക്കുണ്ടല്ലേ നല്ല അടക്കയാണ് നമ്മളെ നാട്ടിൽ ചോറാ തിന്നല് പക്ഷെ ഇവർക്ക് ഏറ്റവും ഇഷ്ടം ചോറിനൊക്കെ ഈ അടക്കി വെച്ചിലാണ് നിങ്ങളോട് പറയുകയാണെ ഞങ്ങൾ ദൗക്കി റിവറിലേക്കാ പോകുന്നത് സത്യം പറഞ്ഞാൽ ഒരു കല്യാണ പരിയിലുണ്ടല്ലോ ചോറ് ഉണ്ട് പിന്നെ മാത്രമല്ല ഈ കഴുകുന്നോട്ടം കാണാൻ തന്നെ വൃത്തിയില്ലേ ലാസ്റ്റിക്ക് ഇങ്ങോട്ട് ഇഷ്ടംപോലെ കച്ചവടങ്ങളായി എല്ലാം ഈ ശീതള പാനീയങ്ങളും അതുപോലെ തന്നെ ഈ ലൈസ് ബിസ്ക്കറ്റ് പോലത്തെ സംഭവങ്ങളൊക്കെയാണ് പിന്നെ വലിയ ഹോട്ടലുകളായിട്ടൊന്നും വലിയ ഭക്ഷണമൊന്നുമില്ല ലഘുഭക്ഷണം പിന്നെ മുണ്ട നമുക്ക് വേണ്ടല്ലോ ചേച്ചി എന്താ പറയുന്നുണ്ട് നമുക്ക് വണ്ടി കൊണ്ടുവരുമ്പോൾ വണ്ടിയുടെ മേലെ നിർത്തിയിട്ട് ഇങ്ങോട്ട് വരാനുള്ള ഓപ്ഷൻ ഉണ്ട് ചിലപ്പോൾ നമ്മുടെ സോൾജിയേഴ്സ് ചിലപ്പോൾ അവിടെ നിന്ന് വണ്ടി മാറ്റി എടുത്ത് മാറ്റാനും പറയും കാരണം നമ്മുടെ വേഗം ബ്ലോക്ക് ആവും നമ്മൾ റിവർ സൈഡിലേക്ക് എത്തിയിരിക്കുവാണ് ട്യൂബില്ലാതെ ഇറങ്ങാൻ അയക്കുണ്ടാവുമല്ലോ അവിടെ ഇഷ്ടംപോലെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ അതായത് ദൗക്കിലെത്തിയിട്ട് എത്ര ദിവസമായി എത്ര ദിവസമായി ഒരാഴ്ച എന്നിട്ട് ഇപ്പോഴാണ് ഞങ്ങൾ ദൗക്കി റിവറിലേക്ക് ഞങ്ങൾ കാലെടുത്ത് വെക്കുന്നത് അല്ലേ ഇത്രയും ദിവസമായിട്ട് ഇവിടെ വരുന്നവർ പ്രധാനമായിട്ടും വരുന്ന സ്ഥലമാണത് പിന്നെ നമ്മൾ വന്നില്ല എത്ര ദിവസമായിട്ട് നമ്മൾ ഇത്രയും ദിവസമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നാണ് വന്നത് നമ്മൾ വരുന്ന വഴിയാണ് അതിലെങ്ങനെയാണ് ആ വഴി പോകുന്നത് പാറിൻ്റെ ചോട്ട് കൂടെ അവിടെ നിന്നൊക്കെ നോക്കിയുള്ള വ്യൂ ആണ് നമുക്ക് കിട്ടല് ഇവിടെ അത് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ് പക്ഷേങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ക്ലിയർ കിട്ടുക ആ സൈഡിലേക്ക് അങ്ങോട്ടാണ് അല്ലേ ഇവിടെ എവിടെയോ നമ്മുടെ ആർമി ബേസിൻ്റെ ബോട്ടിംഗ് ഉണ്ടെന്നല്ലായിരുന്നു അവിടെ നമ്മളെ ഏട്ടനുണ്ട് ഏട്ടനൊന്ന് കാണണം അത് ഇവിടെ എവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല
ഇഷ്ടംപോലെ ആളുകളാണ് നോക്കി തുരുതുരേ ആളുകളാണ്. അപ്പുറത്ത് കാണുന്നത് ബംഗ്ലാദേശ്, ഇത് ഇന്ത്യ, നമ്മുടെ നാട്, അത് നമ്മുടെ അയൽനാട്. ഉണ്ടാകാം ബംഗ്ലാദേശിന്റെ സേർട്ടാണത്. എന്താ അവസ്ഥ? എന്താണ് ഇതാണ് മക്കളെ ബോട്ട്, തോണി അല്ലേ, വള്ളം എന്നൊക്കെ നമ്മൾ പറയും. ഇതിൽ കയറണമെങ്കിൽ 800 രൂപയാണ് 3 പേർക്ക്. 3 പേരെ കൊണ്ടുപോകുള്ളൂ. അത് ഇവരുടെ ഒരു റൂളാണ് അവിടുത്തെ. നമ്മളെ ഓട്ടോക്കാർക്കൊക്കെ ചാർജ് നിശ്ചയിക്കണ പോലെ ഇവർക്കും ഉണ്ടാവും ചിലപ്പോൾ ഒരു അസോസിയേഷനൊക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. 3 പേരെ അവർ കൊണ്ടുപോകും 100 രൂപ, 800 രൂപ അല്ലേ. 3 പേർക്ക് ഇരിക്കാം. അത് ശരിക്കും ഒരു പകലൊക്കെ ആണെങ്കിൽ തിരക്കില്ലാത്ത ടൈമിൽ 4 പേരൊക്കെ കൊണ്ടുപോകുന്നുണ്ടെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. എത്രത്തോളം യാഥാർത്ഥ്യമാണെന്ന് അറിയില്ല. അപ്പോൾ അതിലങ്ങനെ ബോട്ടിങ് കഴിഞ്ഞിട്ട് ആളുകൾ റിട്ടേൺ കരടക്കുകയാണ്. നല്ല രസകരമായ കാഴ്ചയാണ്. അതിനോട് പോകാൻ പറ്റണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി കുറച്ചുകൂടി കൂടുക. എന്തൊക്കെയാ ഗായ്സ്, ഇതാണ് ഞങ്ങൾ നീലയും ചുവപ്പും കല്ലിൽ പാറയിലൊക്കെ ഇട്ടിട്ടുള്ളത്. ഇത് ഇപ്പുറത്തെ ഈ സൈഡ് കാണുന്നത് ഇത് ബംഗ്ലാദേശാണ്. നമ്മൾ ഈ സൈഡ് ഇത് ഇന്ത്യ അല്ലേ. ഇത് ഇവരാണ് നിയന്ത്രിക്കണത്, ആർമി ഒന്നല്ല നിയന്ത്രിക്കണേ. അത് എന്തുകൊണ്ട് ഇവർ നിയന്ത്രിക്കണ അറിയോ? അവരെ കച്ചവടം അവർക്ക്, ഇവിടുത്തെ കച്ചവടം ഇവർക്ക്. അങ്ങനെയാണ്. പക്ഷെങ്കിൽ ഞാനൊന്ന് ബംഗ്ലാദേശ് കയറിയിട്ട് ഇറങ്ങും. ഞാൻ ബംഗ്ലാദേശ് കയറിയിട്ട് ഇറങ്ങണം, അത്രേ ഉള്ളൂ. നമ്മളൊന്ന് ഈ ചെറിയൊരു പൊട്ടിൽ കയറിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങണേനിപ്പോൾ എന്താ അല്ലേ? നമ്മൾ കുഴപ്പമൊന്നുമില്ല, നമ്മൾ അങ്ങോട്ട് അതിലൊന്നും പോയില്ലല്ലോ. നമ്മളൊന്ന് കയറിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി അല്ലേ. നല്ല രസകരമായ സ്ഥലം. എടാ ഒന്ന് കയറി ഇറങ്ങിയോ? ആ മണ്ണൊക്കെ കയറിയിട്ടാണ് ഇറങ്ങ്. ഒന്ന് കാലുവെച്ച് ഇറങ്ങോ? ഓക്കെ. ബംഗ്ലാദേശ് കയറി ഇറങ്ങി നമ്മൾ അല്ലേ. അധികം കച്ചവടക്കാർ ഫുള്ളായിട്ട് ഇവരൊക്കെ ബംഗ്ലാദേശുകാരാണ്. പിന്നെ നമ്മുടെ ഫ്ലാഗാണ് പറക്കുന്നത്. അവിടെ നമ്മുടെ BSF ജവാന്മാരുണ്ട്. അവർ അവിടെ ബൈനോക്കുലറൊക്കെ വെച്ചിട്ട് നമ്മളെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബംഗ്ലാദേശിൻ്റെ ഫ്ലാഗാണ് പറക്കുന്നത്. ഇവിടേക്ക് ഈ ഒരു ട്രാക്കിനപ്പുറത്ത് നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അവിടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അവിടെ ഭാഗത്തു നിന്നുള്ള എന്താ പറയുക നിർദ്ദേശം ഉണ്ടാവും. അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെതെല്ലാം ബുദ്ധിമുട്ട് നമുക്കുണ്ടാകും. കാരണം നമ്മൾ അതിർത്തി കടക്കുക എന്ന് പറഞ്ഞാൽ അത് നിയമപ്രകാരം അല്ലെങ്കിൽ, അതായത് മറ്റു രാജ്യത്തേക്ക് പോകുമ്പോൾ അതിൻ്റെതായ നിയമങ്ങളുണ്ടല്ലോ, അത് ലംഘിച്ചുകൊണ്ടാണെങ്കിൽ സത്യം പറഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റമാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നിൽക്കണ്ട. വേണമെങ്കിൽ അങ്ങോട്ടേക്ക് ഒരു കാല് വെച്ച് ഇങ്ങോട്ടേക്ക് ഇറങ്ങാം അല്ലേ. അത് രസം. ഒരു സ്റ്റെപ്പ് മാത്രം വെച്ചിട്ട് വന്നത്. അതെ അതെ. ഭക്ഷണം കഴിച്ചു. ഇവിടെയാണല്ലേ. ഇതിനകത്താണ് നമ്മുടെ താമസം മൊത്തം. BSFന്റെ ഒരു വാട്ടർ വിങ് എന്നും പറഞ്ഞൊരു ടെക്നിക്കൽ വിങ് ഉണ്ട്. അതാണ് നിങ്ങൾ എങ്ങനെ? ഇത് നമ്മുടെ ഒബ്സർവേഷൻ പോസ്റ്റ് ആണ്. ഒബ്സർവേഷൻ പോസ്റ്റ് നമ്മുടെ BSF അവർ നിൽക്കുന്നത് അല്ലേ. ഇത് അവരുടെ ഒബ്സർവേഷൻ പോസ്റ്റ് ആണ്. അവർ പച്ച ടെന്റ്. അവിടെ അവരുടെ ഫ്ലാഗ് ഒക്കെ ഉണ്ട്. ഉണ്ട്. നമ്മുടെ പില്ലർ ഇതാണ് 1272. 1272 അല്ലേ. ഓക്കെ. പിന്നെ നമ്മുടെ അടുത്ത പില്ലർ എന്ന് പറഞ്ഞാൽ ആ നദിയുടെ അക്കരെ ആ 2 കല്ല്, വലിയ കല്ല് കാണുന്നില്ലേ, അപ്പുറത്തുള്ള വലിയ പാറയാ. തൊട്ട് പിറകിലായിട്ട് അകത്താണ്, അത് മറ്റേ ജംഗലിനകത്താണ്. അടുത്ത പില്ലറാണ്. അടുത്ത പില്ലർ 1273. പിന്നെ ഇങ്ങനെ ഈ ഗ്രൗണ്ട് ഏരിയ കാണുന്നില്ല, പച്ചപ്പല്ലാത്ത സ്ഥലം, അത് ബംഗ്ലാദേശിൻ്റെ. ഈ കാണുന്ന പച്ചപ്പുള്ള എല്ലാ ലൊക്കേഷൻ മൊത്തം നമ്മുടേതാണ്. ഈ പച്ചപ്പുള്ളതൊക്കെ ഇന്ത്യയാണ്. ഈ ഗ്രൗണ്ട് ഏരിയ മൊത്തം ബംഗ്ലാദേശാണ്. മരങ്ങൾ നിൽക്കുന്ന ഭാഗത്ത് ഇന്ത്യയിലാണ്. ഇന്ത്യക്കകത്ത് മരങ്ങളില്ലാത്ത ഭാഗം ബംഗ്ലാദേശിന്റെ. ഇതിപ്പോ ഈ 0 പോയിന്റ് പറഞ്ഞില്ലേ നിങ്ങൾ? 0 ലൈൻ ആണല്ലോ. 0 ലൈൻ. അത് 0 ലൈൻ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോൾ ഇവിടെ ഓപ്പൺ ബോർഡറാണ്. ഇത് ഓപ്പൺ ബോർഡറാണ്. ഓപ്പൺ ബോർഡറാണ്. കാരണം ഇവിടെ ഫ്ലഡ് ഭയങ്കര ഹെവിയാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ ഫെൻസിങ് ഒന്നും ഇവിടെ നിൽക്കത്തില്ല. ഫെൻസിങ് ഇവിടെ നിൽക്കില്ല, അതുകൊണ്ട് അതൊക്കെ പൊളിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് ഓപ്പണാണ്. ഫെൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ അതിര് കിട്ടുന്നത്. ഇവിടെ ഇല്ല. ഇങ്ങനെ പോവുമായിരുന്നു. ഈ നദിയിൽ ഇങ്ങനെ പറ്റത്തില്ല. ഫോർവേഡ് കയറിയിട്ടൊക്കെ ഇടാനേ പറ്റത്തുള്ളൂ, നിൽക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ ഓപ്പൺ ബോർഡറാണ്. ഇത് ഓപ്പൺ ബോർഡർ ആയിട്ടാണ് നിലക്കണത് അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ ഒന്നും ഇല്ലാത്ത ഇങ്ങനെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ആർക്കും ഇങ്ങോട്ട് പോകാനുള്ള ഓർഡറില്ല. ഇതിന് ടൂറിസ്റ്റുകൾ അറിയാതെയൊക്കെ വരും, പതുക്കെ കയറി ഇറങ്ങുന്നുണ്ട്. വരും. ഈ കല്ല് നോക്കി വരുമ്പോഴത്തേക്ക് ഇവരിപ്പുറത്ത് വരും. ഇവിടുത്തെ ഈ പ്രത്യേകത. 0 ലൈൻ അല്ലേ. ഇതിന് പറയുന്നത് 0 ലൈൻ എന്നല്ലേ. ഞങ്ങൾ അവിടെ ആയിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ ചേട്ടൻ്റെ കൂടെ നമ്മൾ ഇവരുടെ ബോട്ട് നിൽക്കുന്ന അല്ലേ.
ഇത് നമ്മുടെ ഡിഫൻസിൻ്റെ ഇത് ഡിഫൻസിൻ്റെ പെട്രോളിയം ബോട്ടുകളാണ് ഈ രണ്ടെണ്ണം. നമുക്ക് അവിടെ ഇറങ്ങാം. ഇവർ ചൂണ്ടിടുന്നതിൻ്റെ ഒക്കെ അവിടെ അവിടെ ഇറങ്ങാം. അവിടെ എൻ്റെ ബാക്കിൽ അവിടെ ജമ്പ് ചെയ്യണമെങ്കിൽ അങ്ങ് മുകളിൽ ജമ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെ നീ കുളിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് എൻ്റെ കൈ അങ്ങറ്റം ഉണ്ടല്ലോ കാണുന്ന അങ്ങോട്ട് പോയി നിങ്ങൾക്ക് ക്ലീൻ വാട്ടർ കിട്ടും. പിന്നെ നമുക്ക് ഗ്രൗണ്ട് ക്ലിയർ ആയിട്ട് കിട്ടും. വളരെ വലിയ ഡീപ്പല്ല. നമ്മൾ ബോട്ടിൽ പോകണം. അപ്പോൾ അത്രയും ദൂരം നമുക്ക് പോകണം. അല്ലേ വേണമെങ്കിൽ ഇവിടെ കുളിക്കാം. അല്ലേ ഇവിടെ ഡീപ്പാണ്. ഇവിടെ കുറച്ച് ആഴമുള്ള സ്ഥലമാണല്ലേ. ഓക്കെ. നിങ്ങൾക്ക് ജാക്കറ്റ് ആക്കി നീന്താൻ ഇല്ലല്ല. ഞാൻ ജാക്കറ്റ് തരാം. ജാക്കറ്റ് വേണോ? ജാക്കറ്റ് ഒരെണ്ണം തന്നാളേ. ഇനിയിപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നാലേ. ബാക്കി നിങ്ങൾക്ക് അറിയാം. എല്ലാവർക്കും അറിയാം നീന്താന്. ഒഴുക്ക് എവിടെ? ഒഴുക്കില്ലല്ലോ. കെട്ടിക്കിടക്കല്ലേ. എന്നാലും നമ്മള് സേഫ്റ്റി മുഖ്യം. ഒരു ജീവിയില്ല മീനെന്നുള്ള ഇത്ര മനുഷ്യർ ഇതിൽ വെള്ളത്തിൽ കൂടെ പോകണുണ്ടല്ലേ. എന്നാ ലുക്കല്ലേ. ഈ ബോട്ട് ഇങ്ങനെ പോകണ കാണാതെ. ഓന്റെ ചെങ്ങന്മാരെ ഞങ്ങള് കുളിക്കാൻ പോകുന്ന ഇവിടെയാണ്. ഇത് ചില്ലറ കളിയല്ലേ. അത് വലിയ കളിയാണ്. മോനെ ജാക്കറ്റ് കിട്ടിയാ? ഇത് ഒരെണ്ണോടെ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അല്ലേ. ഗായ്സ് ഞങ്ങളിതിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ് അല്ലേ. ഓ ഗായ്സ് ഞങ്ങളിതിൽ നീരാടാൻ വേണ്ടി പോവുകയാണ് ഗായ്സ്. നോടെ മച്ചലി ശരി. ഓ നാം കേ കലാപത്താർ ഗായ്സ്. അത് അവനെ എവിടേക്ക് അങ്ങോട്ട് പോണേ? ഞങ്ങളവിടെ ചാടട്ടെ? ആയിക്കോട്ടെ. ഓ മീൻ പിടിക്കണോ? ഞങ്ങളോട് പറഞ്ഞു, മൂപ്പരോട് പറഞ്ഞു ആ മീൻ പിടിക്കണം. അവിടെ കുളിച്ച് കഴിഞ്ഞാൽ മീൻ പോവും. അതുകൊണ്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കുളിക്കണം. ഇവിടെയോ? അവിടെയോ? ഈശ്വരന്തൂരല്ലോ. ചാടിട്ടാടാ വിഷ്ണു ചാടിട്ട്. എങ്ങണ്ട്? എപ്പടിയടാ എപ്പടി ഇരിക്കേ? അടിപൊളി സൂപ്പർ. എടാ മോനെ ഒരു രക്ഷയല്ലടാ. കുക്കു എന്താ പറയാന്? ഞാൻ ചാടിയോട്ടെ. അതേതാ ചോട്ടോണി? അത് ചോട്ടോബോയ്. എന്താ പൊളി വെള്ളം. അവന്റെ മക്കളെ നല്ല തണുപ്പുണ്ട്, നല്ല ക്ലിയർ ഉണ്ട്. കണ്ടങ്ങള് ഉമ്മങ്ങോട്ട് റിവർ, ഡൗക്കിലെ ഞങ്ങളുടെ റിവർ വിസിറ്റിംഗ് ആണിത്. ബാക്ക് ബൾട്ടി കം. കുക്കു സൈഡിന്നോ? ബാക്ക് ബൾട്ടി ആണ്. ഓ സീന് പുലി. नाम क्या है? तबेबा. आपका नाम? नागेश भाई. कुक्कू. आपका नाम? विष्णुराज फ्रॉम केरला. आपका नाम? मेरा नाम मोहन कुमार. उत्तर प्रदेश यूपी. उत्तर प्रदेश मोहन कुमार. केरला. देखो भैया देखो. देखो हम जानना जक मराव नडकेन्नटे जम वो ഒരു പിട്ട ഓ ഹവാത്താര. അതാ ഇർഷാദിന്റെ സാഹസിക നിറഞ്ഞ ഒരു ചാട്ടമാണ്. ഇവിടെ കുറച്ച് ലെങ്ത്തേക്ക് കാണണം കേട്ടോ. ചാടാ കുട്ടിയപ്പ, ചാട് കുട്ടിപ്പാ, ചാട് കുട്ടിപ്പാ. കുക്കു ചാടും. കുക്കു ഫ്ലോറസ്റ്റിന്റെ മണിമുത്ത്, നടുവത്തിന്റെ മണിമുത്ത്. ഓ മോനെ ചെങ്കോലിടാണെങ്കിൽ നീട്ടി ചെയ്യട്ടോ. കുക്ക് നിൽക്കുന്നോടത്തേക്കാണോ? ഓ ഗൈസ് ഞങ്ങളുടെ നീരാട്ട് കഴിഞ്ഞല്ലോ. നീരാട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഇനി ഞങ്ങളുടെ എന്താ പറയുക ഗസ്റ്റ് ഹൗസ് സൈഡിലേക്ക് പോവാണ്. ബോട്ടിങ് എടുക്കുമോ ഇല്ലെന്നുള്ളത് ഇപ്പോൾ തീരുമാനമായിട്ടില്ല. ചിലപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും മൈൻഡ് മാറി എടുക്കും. ഇല്ലെന്നാണെങ്കിൽ പിന്നെ നാളെ എടുക്കുമായിരിക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ എടുക്കുകയില്ല. എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് കയറി പോവാണ്. നമ്മുടെ സാറ് നമ്മുടെ കൂടെ ഉണ്ടായതുകൊണ്ടാട്ടോ നമുക്ക് ഈ ഒരു ഏരിയയിലൊക്കെ വന്ന് കുളിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് ഇങ്ങോട്ടേക്ക്
വരാൻ ചിലപ്പോൾ പറ്റൂല. ഇവിടെ ലോക്കൽസിൻ്റെ ഒരു ഏരിയ ആണ്. ബോട്ടൊക്കെ നിർത്തി അവർ ഫിഷിങ്ങും അതുപോലെ തന്നെ സ്വിമ്മിങ്ങും ഒക്കെ ചെയ്യുന്ന അവരുടെ ഒരു ഏരിയ ഉണ്ട്. നമ്മുടെ നാട്ടിലുണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു ഏരിയ. അപ്പോൾ അത്തരത്തിൽ ഏരിയക്കാണ് മൂപ്പരുണ്ടായതുകൊണ്ട് നമുക്ക് വരാൻ വേണ്ടി പറ്റിയത്. ഇത് അവരുടെ ബോട്ടാണ്. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് കയറി നോക്കട്ടെ. ബോട്ടിങ്ങിന് പോകാൻ വേണ്ടി ഇരിക്കുവാണ് ഞങ്ങൾ. കുറച്ച് കണ്ട് പോയതില്ലേ ആ സൂര്യാസ്തമയത്തിൻ്റെ ആ നേരത്ത് നല്ല ക്ലിയർ ആയിരിക്കും അപ്പോൾ ക്യാമറക്കൊക്കെ. അപ്പോൾ കിട്ടിയ ബോട്ടിങ് നിങ്ങൾക്ക് ആർക്കും കിട്ടാത്തതാണ്. എന്താ നിങ്ങൾക്ക് പറയില്ല. അതെ, അത് പറയാൻ വേണ്ടി പറ്റൂല. അപ്പോൾ എന്താ വെച്ചാൽ പോപ്കോണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല ഞങ്ങൾ രാവിലെ കഴിച്ച ചപ്പാത്തി 3 ചപ്പാത്തി അല്ലേ ഈ 4 വള്ളയിലുള്ളത് 3 ചപ്പാത്തിയാണ്. ഓറഞ്ചും അല്ല പേരയ്ക്ക്, ഓറഞ്ച് പേരയ്ക്ക ഓരോ പേരയ്ക്ക 2 ചാട്ടം ചാടിയപ്പോ അത് തീർന്ന് ആ തണുത്ത വെള്ളം വയറിനൊക്കെ തട്ടിയപ്പോൾ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ വയറാണ് കാലിയായി. ഞങ്ങൾക്ക് കിട്ടേണ്ടി എന്താ പറയുക, നല്ല കോഴിക്കോടൻ ബിരിയാണി കിട്ടണം. നല്ല തലശ്ശേരി ബിരിയാണി, തലശ്ശേരി ബിരിയാണി, ദം ബിരിയാണി, ആയിക്കൊരു പപ്പടം, ആ ചമ്മന്തി ഇല്ല മോനെ പറയല്ലേ. ഓ ഗൈസ്, അപ്പോൾ അങ്ങനെയൊക്കെ തിന്നാനെ പോയി. പക്ഷേ എങ്കിൽ നമുക്കിപ്പോൾ പോപ്കോൺ ഉണ്ട്. ഇത് മതി, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അവിടെ കാറിയിട്ടില്ല. ഗൈസ്, ഞങ്ങളും തന്നെ ചെറിയ രീതിയിലൊരു ബോട്ട് യാത്ര ആരംഭിക്കുകയാണ്. ഇവര് നല്ല രീതിയിൽ മീൻ പിടിക്കുന്നുണ്ട് ഇവര് അല്ലേ. അപ്പോൾ അവിടെയൊക്കെ ഈ വെള്ളങ്ങൾ ഇങ്ങനെ നിർത്തിയിട്ട് അതിനൊക്കെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ യാത്ര അങ്ങോട്ടാണ്. ആ ഒരു പാലത്തിൻ്റെ ചോട്ടിൽ കൂടെ നമ്മൾ അങ്ങനെ പോകും. നമുക്ക് ഇങ്ങോട്ടേക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല. കാരണം എന്താ വെച്ചാൽ അവിടെ ബംഗ്ലാദേശാണ്. കിട്ടിയോ മീൻ കിട്ടിയോ? അധികം പരൽമീനുകളാണല്ലേ. ഓ ഗായ്സ്, ഞങ്ങൾ പോകുന്നത് കണ്ടോ, ഞങ്ങളെല്ലാവരും നോക്കുന്നതിന് നല്ല കാരണമുണ്ട്. നമ്മളെ നോക്കണേ, കാരണം അവർക്ക് ആർക്കും ഈ ഒരു ഭാഗ്യമല്ല, പുറത്ത് പറയാൻ പറ്റില്ല. ഓ ഗായ്സ്, ഇതൊക്കെ എന്ത്, നമ്മൾ റിച്ചാണ്. ഞങ്ങളെ ലെവൽ എന്താന്ന് നിങ്ങൾക്ക് അറിയില്ല. അതെ, അത് ഞങ്ങൾ കാണിക്കൂല. ഞങ്ങൾ ഉമ്മൻകോട്ട് റിവർ, ഡൗക്കി റിവറിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായ കാഴ്ചയാണത്. കണ്ട, നമ്മൾ വന്നിട്ടുണ്ടായിരുന്ന ബ്രിഡ്ജാണത്, ഹാങ്ങിങ് ബ്രിഡ്ജ്. ഇവിടെ നിന്നാണ് ശരിക്കും ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ നിന്നാണ് നമ്മളെ ഈ മാറ്റി പിടിച്ചത്. ഹലോ അപ്പോൾ നമ്മൾ ഇതുവഴി ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇവിടെ നിന്നാണ് ബോട്ടിങ്ങൊക്കെ എടുക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കരയിലൊക്കെ ധാരാളം ബോട്ടുകൾ നിർത്തിയിട്ടുണ്ട്. സാധാ തോണികളാട്ടോ, ഏറ്റവും നല്ല അതാ. പിന്നെ ഇങ്ങോട്ട് ഈ ഒരു സൈഡൊക്കെ കണ്ടെങ്കിൽ നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല വ്യൂ ആണ്. അത് മനോഹരമല്ല. ഗ്രൗണ്ട് കാണാം, ഇവിടെ വെള്ളം അടി കാണുന്നത്. മോനെ, ഇവിടെ ആയം കുറവ് പറഞ്ഞ പോലെ ആയം കുറവാ, നല്ല സൂപ്പർ. അവിടെ കണ്ടോ ജാക്കറ്റുകളൊക്കെ, സ്കൂബ ഡൈവേഴ്സിന്റെ ഏരിയ ഇത്. ഇവിടെ സ്കൂബ ഡൈവിങ്ങിന്റെ ഏരിയ ആണ്. മോനെ ടാറ്റ കൊടുത്തു. നമ്മൾ പോരുന്നത് കണ്ട നമ്മളെത്രങ്ങാനും ദൂരെ നിന്നാണ് ഗൈസ് പോരുന്നത്. ഓ, റിവറിന്റെ നടുവിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എനിക്ക് ലാഭമായി, ഞാൻ സൗണ്ട് എടുക്കേണ്ട ആവശ്യമില്ലല്ലേ. ഒറ്റ വ്ളോഗ് മതി. ഒറ്റ വ്ളോഗിൽ നമുക്ക് പരിപാടി തീർക്കാം. ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ, ഇവിടുത്തെ ഗ്രാമീണര്, അവിടെ പ്രധാന എന്താ പറയാ ഭക്ഷണമാണ്, പിന്നെ വരുമാനമാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് മീൻ. അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ മീൻ പിടിക്കുന്നുണ്ട്. നല്ല മീൻ ഉണ്ടല്ലോ ഏട്ടാ. മീനുണ്ട്. നമ്മൾ പോണ വെള്ളത്തിന്റെ ക്ലിയർ കാണുന്നത് എന്താ അതിന്റെ ഒരു ഭംഗി എഴുതിട്ടാ. നിസ്സാരമാണത്. ഓ ഗൈസ്, ഹാങ്ങിങ് താഴത്ത് കൂടെ നമ്മളിതിന്റെ മേലെ കൂടെ ഇങ്ങോട്ട് ഡൗക്കിയിലേക്ക് വന്ന കേട്ടോ. അതിന്റെ താഴത്ത് കൂടെ നമ്മൾ പോണ കേട്ടാ. ഓ അയ്യോ, നമ്മള് നോക്കിയപ്പോ എല്ലാരും ഒരു വൈബ് വന്നില്ലേ. സാധനം കയ്യിലുണ്ടോ? ഇല്ല, ആരുമില്ല. ഓ ഗായ്സ്, ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുവാണ്. ആ ബൈക്ക് കണ്ടെങ്കിൽ മലനിരകൾ കണ്ട എന്നാ ഒരു വ്യൂ. ബോട്ടിങ് എടുത്തില്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. അത്
This is live. കൂക്കി തോൽപ്പിക്കാൻ ഞങ്ങളെ കയ്യിലെ മക്കളെ ഇവരാണ്ടോ മീൻ പിടിക്കണ്, സ്വസ്ഥതയിൽ മീൻ പിടിക്കണ്. ഇവരെ തോണിങ്ങ നിൽക്കുന്നതിന് എന്തേലും കാരണമുണ്ടോ ചേട്ടാ? ഇവര് നങ്കൂരം പോലെ എന്തേലും ഇടുന്നുണ്ടോ? ചാക്കിൽ കല്ലിട്ട് താത്തി വെക്കാം അല്ലേ? ഓ ഗായ്സ്, ഇവിടെ ലാൻഡ് സ്ലൈഡിങ് നടന്നല്ലേ കേട്ടത്? ബ്രിഡ്ജിലാണ് വരുന്നത്. ഗായ്സ്, ഇവിടെ ഒരുപാട് ക്യാമ്പിംഗ് ഏരിയ ആണത്. അത് നമ്മുടെ ദേശീയ പതാക അവിടെ പറക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ടെന്റ് ഒക്കെ അടിച്ചിട്ട് നമുക്ക് ക്യാമ്പ് ചെയ്യാൻ വേണ്ടി കാണുന്നില്ല. എടാ, അത്രയും കൊടികളിടയിൽ നമ്മുടെ പതാക നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓ മക്കളെ, ഓളം തള്ളി പോടാണ്ട. ഇവിടെ ചാടല് നിർബന്ധമായിട്ടുണ്ട്. ഗൈസ്, നമ്മൾ അങ്ങ് ദൂരെ നിന്നും ഈ ഒരു എന്താ പറയാ കരയിലേക്ക് വന്നേക്കുവാണ്. ഈ ഒരു കരയിലെ കല്ലുകൾ കണ്ടു. ഓടാ മോനെ, എന്നെ പത്തറാണ് ഗൈസ് ഇതിലെ. പത്തറ് കൊണ്ട് ചെറിയും കളിയും. പത്തറ് ഓ കല്ലുകൾ, കല്ലുമയ പെയ്ത പോലെയാണ് ഇവിടെ. ചില ഏരിയകളിലൊക്കെ മാറ്റിയത് അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ ഒന്ന് അതെ മലന്റെ മേലെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ് അല്ലേ? അങ്ങോട്ടൊക്കെ ഉള്ളൊരു വ്യൂ നോക്കാല്ലേ. ഇത് ഉരുണ്ട് തമ്മിൽ ഉരുണ്ട് തട്ടി ആവണതാണിത് ഇങ്ങനെ. പിന്നെ ഇത്തരം കല്ലുകൾ വരാനുള്ള കാരണം എന്താ വെച്ചാൽ മേലെ ഉരുൾപൊട്ടൽ സംഭവിക്കുമ്പോഴാണ് ഇത്തരം കല്ലുകൾ വരുന്നത്. ഇവിടെ ഇരുന്ന് എനിക്കടാ ഇത് മറ്റോന്റെ സിനിമയിൽ ഒരു ഇംഗ്ലീഷ് പടം ഞണ്ടുകളെ അങ്ങനെ ഇരിക്കുന്നത് ഇരിക്കണല്ലേ. ഇത് പാറമ്മ തവള കയറിയിരുന്ന സർവേക്കല്ലുമ. അതെ, കിട്ടി. ആനക്കൾ കിട്ടിയില്ലേ? ആനക്കള അപ്പിക്കോ. ഈ കരയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റെസ്റ്റോറൻറ്റ് പോലത്തെ ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവരെ കൊണ്ട് കഴിയുന്നത് പോലെ ഈ ഒരു കരയിൽ. അതുപോലെ തന്നെ ഡ്രസ് ചേഞ്ചിങ്ങിനൊക്കെ വേണ്ടിയുള്ള റൂം കാര്യങ്ങൾ അത്തരത്തിലുള്ള സെറ്റപ്പും ഉണ്ട്. എന്താ പറയുക, ഒരു ചായയൊക്കെ കുടിക്കണമെങ്കിൽ കുടിക്കാം. പക്ഷേ ഇവിടുന്ന് ഒരു ചായ കുടിച്ചാൽ വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം അവർക്ക് ഇങ്ങോട്ട് സാധനം എത്തിക്കാൻ കുറച്ച് പണി ഉണ്ടായത് കൊണ്ട് വലിയ വില കൊടുക്കേണ്ടി വരും. ഇതൊക്കെ ഉണ്ടാക്കിയുള്ള മുളയും അതുപോലെ തന്നെ ടാർപ്പായ ഉപയോഗിച്ചിട്ടാണ്, ടാർപോളിൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഷെഡുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. കാലിൻ്റെ ചോട്ടൊക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് ചവിട്ടണം, ഇല്ലെങ്കിൽ മൂന്ത ഔട്ടോ. ഓരോ കല്ലും വ്യത്യസ്തമായി ഉണ്ടാക്കാം. അതെ, നമ്മുടെ കയ്യിലുണ്ടാവും സാധനം. ഇവിടെ ടെൻ്റ് അടിച്ചിട്ടുണ്ട് അല്ലേ? ഇത് വണ്ടറപ്പ് എന്ന് പറയുന്ന ബൈയാണ്. ഇദ്ദേഹം ഇവിടെ എന്താ ക്യാമ്പിങ് ചെയ്യുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ടെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മളവിടെ കണ്ടത്. ഇവിടെ എന്താ വെച്ചാൽ 3 പേർക്ക് ഇവർ ചെയ്യുന്നത് 3500 രൂപയ്ക്കാണ്. അതിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും, ആളുകളെ ബോട്ടിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയും ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അതുപോലെ തന്നെ ക്യാമ്പ് ഫയറും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ ഫുഡ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ആ ഒരു 3 പേർക്ക് എന്ന് പറയുമ്പോൾ ആ ടെൻറ്റിൽ 3 പേർക്ക് കിടക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ളൊരു സെറ്റപ്പിലാണ് ഇവിടെ ഇദ്ദേഹം ചെയ്യുന്നത്. ഇദ്ദേഹം ഇന്നലെ നമുക്ക് നമ്പർ തന്നതായിരുന്നു. ഇന്നലെ നമ്മുടെ ആൻ്റണി ചായൻ്റെ ഫ്രണ്ടാണ് അദ്ദേഹം. ആൻ്റണി ചായ നമുക്ക് ഒരുപാട് ഹെൽപ്പാണ് ഇവിടെ ചെയ്യുന്നത്. അതിൽ ഏറ്റവും വലിയൊരു ഉപകാരത്തിൽപ്പെട്ട പല കാര്യങ്ങളും ഉണ്ട്. അതിലൊരു കാര്യമാണ് ഇദ്ദേഹത്തിൻ്റെ നമ്പർ. പക്ഷേ നമ്മൾ യൂസ് ചെയ്തില്ല എന്ന് മാത്രം. യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ശരിക്ക് എന്താ പറയുക ഇത്ര ഫ്രീ ആയിട്ട് ഇവിടേക്ക് വരാൻ വേണ്ടി പറ്റില്ല. അതിന് കാരണം നമ്മുടെ ഏട്ടനാണ് അല്ലേ? എല്ലാം കൊണ്ടും ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് ഈ ഒരു ഉമ്മൻകോട്ട് റിവർ ഞങ്ങൾ വിസിറ്റ് ചെയ്തത്, ഈ ഒരു ദൗക്കി റിവർ വിസിറ്റ് ചെയ്തത്. വളരെ വളരെ സന്തോഷമാണ് അല്ലേ? ഓ ഗായ്സ്, ഇതിലേ എന്തിൻ്റെ ട്രാക്കാന്നാ പറഞ്ഞത് ഈ വൃഷ? ATV അല്ലേ? ഓ ഗായ്സ്, ഈ റിവർ ഒഴുകുന്നത് കാണണമെങ്കിൽ ഇവിടേക്ക് വരണം. ഇവിടെ വന്നാലേ നമുക്കിതിൻ്റെ ഒഴുക്ക് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ഈ ഇറങ്ങി വരുന്ന വെള്ളമൊക്കെ അവിടെ നിന്ന് അങ്ങനെ ഒഴുകി പോകുന്നുണ്ടല്ലോ. അവിടെ കെട്ടിക്കിടക്കല്ലോ, അവിടെ നിന്ന് ഒഴുകി പോകുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ നല്ല രീതിയിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ഈ കാണുന്ന പ്രദേശം ഫുള്ളായിട്ട് വെള്ളം കയറും ഇല്ല ഏട്ടാ? ഇതിൽ ഫുള്ളായിട്ട് വെള്ളം കയറൂലേ? അപ്പം ഈ അല്ല ആ ടൈമിൽ ഇവിടെ തെളി ഉണ്ടാവോ വെള്ളത്തിന്? ഇല്ലല്ലോ, കല്ലങ്ങി മറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? മലവെള്ളമാണ്. അതെ,
അങ്ങനെ വരുമ്പോൾ കലങ്ങി മറിഞ്ഞ വെള്ളമായിരിക്കും. അപ്പോൾ ഈ ഒരു ക്ലിയർ കിട്ടൂല, ഈ ഒരു ക്രിസ്റ്റൽ ക്ലിയർ കിട്ടൂല. അപ്പോൾ ആ നേരത്തെ വരുന്ന ടൂറിസ്റ്റിന് ഈ ഒരു സുഖം കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടൈമിൽ വിസിറ്റ് ചെയ്യാൻ നോക്കുക. ദൗക്കിയുടെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ ഒരു ടൈമിലാണ് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ടത്. അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ് ഗൈസ്. എൻ്റെ മക്കളെ, ദൗക്കി റിവറാണ് ഈ തുള്ളിക്കളിച്ച് ഓടിപ്പാഞ്ഞ് പോകുന്നത്. ഗൈസ്, എനിക്ക് അനാകൊണ്ടൻ്റെ മുട്ട കിട്ടി. എന്താ ഇതൊന്നും ഇറങ്ങിയതാണത് എന്തായാലും. ഗായ്സ്, ഇവിടത്തെ വെള്ളത്തിന് ക്ലിയർ ആണ്ടാ നിങ്ങൾ. പിന്നെ അത് മാത്രമല്ല, മീനുകൾ അങ്ങനെ ചാടുന്നുണ്ട്, നല്ല രസമാണ്. ഇപ്പം ഈ തോണികളൊക്കെ പോകുന്ന, ഈ ബോട്ടുകളൊക്കെ പോകുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. നമ്മളെ അക്കന്മാർ ട്യൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്.